വരാലുണ്ട്. ഇവിടെ മുരി അടിക്കുന്നു. മുരി അടിച്ചു ഇല്ല, അത് ഇങ്ങോട്ട് മേളിക്കട പോരുവാ. ഓരോന്ന് വലിക്കടാ, എന്താ ഓരോന്ന് വലിക്കടാ. നല്ല വരാല്ല കേട്ടോ. പറഞ്ഞാൽ ഇപ്പോഴേ വെളുത്ത്. അപ്പം നമ്മളിപ്പം വല ഇട്ടോട്ട് നമുക്കിപ്പോൾ ഒരു 10-12 കിലോ, അപ്പോൾ 10-12 കിലോ ഉണ്ടോ? 10 കിലോ. അപ്പോൾ നമ്മൾ വല വെച്ചിട്ട് 10 കിലോ നമുക്ക് വരാൽ കിട്ടി. പിന്നെ ഒരു വാളച്ചാത്തി ഉണ്ടായിരുന്നു, അത് അവിടുത്തെ ആ ഡ്രൈവർ സാറിന് തന്നെ കൊടുത്തു കേട്ടോ. നമ്മൾ രാവിലെ വന്നപ്പോൾ വാഹ കൊടുത്ത് ആ സാറിനില്ല, അതിൻ്റെ ഇപ്പുറം അത് 2 മോട്ടറുകാരായത്. അതിൻ്റെ ഇപ്പുറത്തെ മോട്ടറുകാർ ആ സാറിന് ഒരു വാളച്ചാത്തി ഉണ്ടായിരുന്നു, അത് നമ്മൾ അവിടെ കൊടുത്തു. ആ വാളച്ചാത്തിയും കൊണ്ടുവന്ന് നമ്മൾ റോഡൊക്കെ എന്ന് പറഞ്ഞാലും നമുക്ക് ചിലപ്പോൾ അത് ഏതെങ്കിലും ഒരു മീനിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് പോകണമായിരിക്കും. കാരണം അതൊരു 10-600-700 ഗ്രാം അടുത്തേ ഉള്ളൂ. ഹായ് ഫ്രണ്ട്സ്, പപ്പിയാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു വല വെച്ച് നമ്മൾ കേട്ടോ, നമ്മൾ ഒരു വല വെച്ച് നമുക്ക് 10 കിലോ മീനുണ്ട്. ആ മീൻ എന്ന് പറയുമ്പം നമ്മളെല്ലാ ട്രമ്മിൻ്റെ അത് നമ്മൾ കഴുകിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വാഹയും കിടക്കും. അപ്പോൾ നമ്മൾ ഇപ്പം പോവുക. ഇത് ആപ്പുകായൽ മാറാങ്കായലായത് കേട്ടോ. ഇത് ആപ്പുകായൽ മാറാങ്കായൽ, അത് പഴയ 14,000. അപ്പോൾ നമ്മൾ നേരെ പോവുക. അപ്പോൾ പഴയ 14,000 വെള്ളം കയറ്റി. ഇവിടെ നേരെ കാണുന്ന ചിത്തിര. പിന്നെ നമ്മളിപ്പോൾ ചിത്തിരയുടെ അതിലേ തന്നെ അങ്ങോട്ട് പോകണം കേട്ടോ. ഇങ്ങനെ ആറ് വള്ളം വരുന്നുണ്ടോ? നീ ആ നേരെ പോയി. അതല്ല നമ്മുടെ ഇത് മെത്രാങ്കായല കേട്ടോ. ഇത് മെത്രാങ്കായൽ, അതുവഴിയാണ് നമ്മൾ കോട്ടയം പോകണം. അങ്ങ് നേരെ അതിനകത്ത് കാണുന്നതാണ് 10 പങ്ക് 12 പങ്ക്. ഈ പഴയൻ്റെ നേരെ പടിഞ്ഞാപ്പുറത്തെയാണ് 6 ബ്ലോക്ക്. നമ്മുടെ നേരെ കാണുന്നത് ചിത്തിര കേട്ടോ. ചൂണ്ടിടുന്ന തക്കാൻ എന്തോ കൊത്തി വലിച്ചായിരുന്നു. 6 ബ്ലോക്ക്. നമ്മൾ രാവിലെ വന്നപ്പോൾ നമ്മൾ ഇതിൻ്റെ അപ്പുറം വഴിയാണ് വന്നത് കേട്ടോ. അതിൻ്റെ അപ്പുറം വഴി വന്നിട്ട് നമ്മൾ ഇതുവഴി ഇങ്ങോട്ടാണ് വന്നത്. രാവിലെ വന്നാൽ നമ്മൾ തെക്കേ സൈഡിൽ കൂടെ വന്നത്. ഇപ്പം നമ്മൾ വടക്കേ സൈഡിൽ കൂടെ അങ്ങോട്ട് പോകണം. നമ്മളെ ഇപ്പം ചിത്തിര പാടോ കേട്ടോ. ചിത്തിര 6 ബ്ലോക്ക്. 6 ബ്ലോക്കിൻ്റെ നേരെ പടിഞ്ഞാറ് മാർത്താണ്ഡ. ചിത്തിരയുടെ നേരെ പടിഞ്ഞാറ് റാണി. അത് റാണി. നേരെ കാണുന്ന വേമ്പനാട്ട് കായലിൻ്റെ പടിഞ്ഞാറ് അറ്റമാണ് കേട്ടോ. അത് ആര്യാട് ഭാഗം വരും. ആര്യാട് മണ്ണഞ്ചേരി ഭാഗം വരും നേരെ പടിഞ്ഞാറ്. നമ്മുടെ ഇത് തന്നെ, ഇതാണ് ചിത്തിരപ്പള്ളി. ഈ ചിത്തിരപ്പള്ളി നമ്മുടെ മലയാള സിനിമയ്ക്കകത്ത് ഒരുപാട് സിനിമയ്ക്കകത്തുണ്ട് ചിത്തിരപ്പള്ളി കേട്ടോ. അപ്പം ഈ പള്ളിയും അതിൻ്റെ ഇപ്പുറത്തെ ഇതൊക്കെ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലപ്പോൾ നമ്മൾ സിനിമയെ കാണുന്ന അവർ കാറിൻ്റെ അകത്ത് വന്ന് ഇറങ്ങുന്നതായിട്ടായിരിക്കും കാണിക്കുന്നത്. ആ പള്ളിയൊക്കെ ഇതാണ് കേട്ടോ, ചിത്തിരപ്പള്ളിയാണ്. ഈ ചിത്തിരപ്പള്ളിയിലെ മാതാവിനൊരു വ്യത്യാസം. ഈ മാതാവിൻ്റെ രൂപത്തിന് ഒരു വ്യത്യാസമുണ്ട്. ഈ ചിത്തിരപ്പള്ളിയിലെ മാതാവിന് സാദൃശ്യം അല്ല, രൂപമാറ്റമില്ല. പക്ഷെ
മാതാവ് അത് ഇവിടെ വന്ന് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് നമ്മൾ പറയുന്നില്ല, കാരണം അത് ടിസ്റ്റായിട്ടിരിക്കട്ടെ. നിങ്ങൾ വന്ന് ഇത്ര പള്ളിയൊക്കെ ഒന്ന് കണ്ട് സന്ദർശിച്ചിട്ട് പോകും. അതിൻ്റെ അകത്ത് കുർബാനയോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. ആ പള്ളി അങ്ങനെ ഈ കൃഷി സമയത്തൊക്കെ ആരെങ്കിലൊക്കെ വരാൻ നേരത്ത് അവിടെ എന്തെങ്കിലും നേർച്ചയൊക്കെ ഇടും, ഇതുവഴി പോകാൻ നേരത്ത് എന്നേ ഉള്ളൂ. അതാണ് ചിത്തിരപ്പള്ളി. അപ്പോൾ ഞാൻ എപ്പോഴും കാണിക്കും, മറ്റേ സി ബ്ലോക്കിൻ്റെ അതിലും വരാൻ നേരത്ത് ഞാൻ എപ്പോഴും കാണിക്കും ഒരു പുതിയ ആറ് തുറന്നതാണെന്നൊക്കെ ഞാൻ എപ്പോഴും കാണിക്കും. എന്ന് പറയുന്ന കണക്ക് തന്നെ ഈ ചിത്തിരപ്പള്ളിയുടെയും ഈ അതാണ് റാണിക്കായൽ. ആ റാണിക്കായലും ഈ ചിത്തിരപ്പള്ളിയുടെ ഈ ആറ് പുതിയ 6 വർഷമേ ഈ ആറ് തുറന്നിട്ട്. അങ്ങോട്ട് നമ്മളെ ഇത് പുതിയ ആറ് തുറന്ന കേട്ടോ. ഈ നേരെ കാണുന്നത് ഇത് നേരെ വേമ്പനാട്ട് കായലൊക്കെ. ഈ നേരെ അങ്ങോട്ട് പോകാണ്ട് കുമരകത്തിൽ എല്ലാം എളുപ്പം ഇതാ. നമ്മളെ ഈ കുഴി ഒന്ന് ഇടിച്ച് വെപ്പുക കേട്ടോ. ഒന്ന് ഇടിച്ച് വെപ്പാൻ പോകും. അപ്പനൊക്കെ ഇറങ്ങി ഈ ഉണ്ട് കേട്ടോ. ഇതൊക്കെ വരാല് മുട്ടി. ഒരു വരാല് മുട്ടിയായിരുന്നപ്പോ. വരാലിനെ കണ്ടില്ല, വലിയൊരു വരാലായിരുന്നു. കാര്യമായ താഴ്ന്ന പോലെ വലിയ കാര്യമാണ്. വലിയ കാര്യം മുട്ടിയിട്ട് അങ്ങോട്ട് പോയെന്ന് കണ്ടില്ല. ഇതെല്ലാം ചെറിയ കാര്യം. വേറെയും കാര്യം മുട്ടിയിട്ട് ഏതും കാര്യ വരാനാണ് അപ്പോൾ പോണം. അപ്പനൊക്കെ അല്ലേ വരാലിനിട്ട് ഓടിക്കുന്ന കേട്ടോ. അവിടെ അപ്പാപ്പി പിടിച്ചിട്ട കാര്യം.
ഒന്നാണ് കിടക്കട്ടെ. അടുത്ത കാര്യം പിന്നെ ഇങ്ങോട്ട് കിട്ടാം. അവസാനം പ്രശ്നക്കാരനാണല്ലോ കളിയും കളിത്തീരും ഒക്കെ കണ്ടിട്ട്. കൊടുക്കാം. അവരില്ല അവിടെ ഒരു വരാനെ പിടിച്ചേട്ടെ. ഇവിടെ കാര് മുട്ടി പക്ഷെ ചെറുപ്പം. കാൽക്കുഴിയുടെ അങ്ങ് പോകണുണ്ടോ കാര്? പോട്ടെ. ഉണ്ടാ എങ്കിൽ എൻ്റെ അത് വലിയ വരാനുണ്ട്. ഞങ്ങൾ രണ്ടള്ളയുണ്ട് കണ്ട, ഇവിടെ രണ്ടള്ളയുണ്ട് കണ്ട, അപ്പുറേ കണ്ടള്ള. ഇവിടെ ചോദിക്കുന്ന രണ്ടള്ളയുണ്ട് ആ സൈഡിൽ. ഇവിടെ ഇവിടെ ഉള്ളയുണ്ടപ്പാ. ഇല്ല നോക്കട്ടെ. അതല്ല ഇതാപ്പാ. അപ്പാ ഇതാ ഉള്ളയുണ്ടാ? ആ ഇട്ടോ പിടിച്ചടാ. എൻ്റെ തൊണ്ട് ഉണ്ടോ? വരാനുണ്ട്. ഇത് നമ്മുടെ കൈ മുട്ട. അവിടുന്ന് പടിഞ്ഞോട്ടുള്ളത് കണ്ടില്ല. ആ കാരിയിരിപ്പുണ്ട്. ഇതൊക്കെയായിരുന്നു വലിയ ഒരാൾ. തലയായിരുന്നു ആദ്യം കണ്ടത്. കാരി തൂങ്ങിയിരിപ്പുണ്ട്. കൂടിനകത്ത് കയറി ചത്തുപോയതല്ലേ? നമ്മൾ ആ കുടി തപ്പിയിട്ടുള്ളത് കുറച്ച് കുഞ്ഞൻ കാരിയും ഒരു വരാലും. വരാനില്ലാത്തുണ്ടായിരുന്നു. അത് എടുക്കാൻ പാടാ അമ്മ വെള്ളത്തിൽ നിന്ന്. ഇതത് വരാനുണ്ട്. നമ്മളെ ഈ ചാട് തപ്പാൻ പോകട്ടെ. ഇപ്പം വെള്ളമെല്ലാം ഒരുമാതിരി നല്ലപോലെ പറ്റി കിടക്കുക. ഉണ്ടെങ്കിൽ 10 കിലോ മേളിൽ വരാല് പിടിക്കുക അല്ലേ അപ്പാ? മരുന്നടിച്ച് പുല്ലില്ല നെത്ത പോലെ കിടന്നേ. ഇവിടെ എല്ലാം തെളിഞ്ഞ് കാണാം. താഴത്ത് ആ തൂമ്പിൻ്റെതൊക്കെ വരാൻ ചിലപ്പം കയറി അറിയത്തുപോലും അല്ലേ? എന്താ ഇവിടുന്ന് ഇറങ്ങാം. ഇറങ്ങി തപ്പി നോക്കി സ്ഥലത്ത് തന്നെ ഇറങ്ങി പോവുക. ഇല്ല അവിടെ എന്തോ മറിഞ്ഞ് കേട്ടാ. ഇല്ലേ കണ്ട? എവിടെ ഇല്ല റോളം കണ്ട്. വരാലായിരിക്കും. വരാലുണ്ടെങ്കിൽ വെള്ളക്ക് കാണുമല്ലോ. ഇല്ലേ കിട്ടി വരാലും കിട്ടി. ഒരു വരാലവിടെ ചാടി കണ്ടില്ല? ഇവിടെ കണ്ട് കാൽക്കുടിക്കകത്ത.
വല്ല ഇടിച്ചായിരുന്നു. നോക്കട്ടെ. കൊള്ളയല്ലേ. ഇവിടെ തുറന്നിരിക്കുവാണല്ലോ. അപ്പൊ ഇവിടെയും തുറന്നു നോക്ക്, തുറന്നല്ലേ. ഇങ്ങോട്ടും നല്ല വലിയ വരാല, ഭയങ്കര വരാല അങ്ങോട്ട് വരുന്നുണ്ട് അല്ലേ. കാര്യം അപ്പാ ബാലെൻ്റെ ഉണ്ട്. അല്ല നഞ്ചു ഒന്നല്ല, നഞ്ചു ഒന്നല്ല, അപ്പൻ്റെയിലും ബാലാണ്. ആ രണ്ട് തലയാണ്. അല്ലേ അല്ലേ. ഇപ്പം ഒന്ന് ലോക്ക് ചെയ്തോട്ടെ, ഇവിടെ ഒന്ന് ലോക്ക് ചെയ്തോട്ടെ. തലയപ്പൻ്റെ വന്നു. അപ്പം എൻ്റെ ബാലാന്നാ ഞാൻ പറഞ്ഞത്. അഞ്ഞു നോക്കി, ഇപ്പുറം വല്ലതും ഉണ്ടാവില്ല. ഇല്ല, അഞ്ഞു നോക്കി ഇരിക്കുന്ന വരാല്. ഇതിവിടെ 2-3 ഉണ്ട് കേട്ടോ. 2-3 വരാലുണ്ട്. ഉണ്ടോ? ഇത് വരുന്നു ഭയങ്കര വരാല് വരുന്നു ഇങ്ങോട്ട്. നമുക്കട്ടെ അപ്പൻ അവിടെ നിന്ന് ഞെക്കിയെടുക്കും, ഇവിടെ നിന്ന് പിടിച്ചെടുക്കാൻ പാടാ. അങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വന്നു. ഓക്കെ, 2 ഉണ്ട്. ശരിയാ. ഒരു തലയും എൻ്റെ ഇവിടെ ഉണ്ട്, വാലും ഉണ്ട്. ഇത് ഭയങ്കര വരാലാണ്. അപ്പോൾ ആനക്കല്ലേ ഇനി? ആനക്കല്ലേ. ആനക്കല്ല്. ഇനി നോക്കി അങ്ങോട്ട് വന്നു. പയ്യെ നോക്ക്, തല അങ്ങോട്ടാ. ഇനിയും ഉണ്ട് 2. പയ്യെ പിടിച്ചാൽ മതി. അങ്ങോട്ടാ വരുന്നത്, ഇങ്ങോട്ട് എത്തിയില്ല. എൻ്റെ കൈ അങ്ങോട്ട് തിരിഞ്ഞായിരിക്കുന്നു. അത് അങ്ങോട്ട് വന്നു. ഇപ്പം വന്നു ഇടിക്കുന്നുണ്ട്. ഒരെണ്ണം ലോക്ക് ചെയ്ത് പിടിച്ചോ. നോക്കട്ടെ. അയ്യോ അങ്ങോട്ട് വന്നടാ. അങ്ങോട്ട് വന്നോ? അങ്ങ് നിൽക്കി നോക്കട്ടെ. പിടിച്ചു വിട്ടാ. അങ്ങോട്ട് വന്നേ. അങ്ങോട്ട് വന്നു. എടുക്കട്ടെ. അത് പൊത്തി പിടിച്ചോളൂ. ഞാൻ എടുത്ത് തരാം. എന്നാ എൻ്റെ കയ്യിലൊരു വരാലിരിപ്പുണ്ട്. എന്നാ ഇട്. അത് പൊത്ത്. ഞാൻ ഇതിനെ ഒന്ന് ഇട്ടോട്ടെ. ഇന്ന് നോക്കി ഇല്ല. കണ്ടപ്പോ ഇല്ല. ഇനി കാര്യം നോക്കി. നമുക്കിപ്പോ 3 വരാലാ കിട്ടിയത്. വേണ്ട, വലിയ വരാല്. അങ്ങോട്ടുള്ള ഉണ്ടോ? ആ ഉള്ളവന് ഇല്ല. നോക്കട്ടെ. ഏതാ ഇതിലെ കണ്ടില്ലേ? ഈ വരാലിരിക്കുന്നത് ഇതിലെ കണ്ടില്ലേ? ഇതിലേ അല്ലേ? ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് കൈയിട്ടായിരുന്നു. കണ്ട? ഞാൻ ഇവിടെ ഒരെണ്ണമുണ്ട്. അല്ല വെച്ചിട്ട് തുറക്കാം. ഇടിച്ചങ്ങോട്ട് വന്നു. അപ്പൊ ഈ ഉള്ള അല്ലല്ലോ. ആളെ കൂടെ ആണ് ഈ അള്ള കിടക്ക്. എന്ത് ഭയങ്കരം വരാല്. ഇതിന്റെ അപ്പുറത്ത് പോവാ ആ വരാല്. ഇല്ല. അതിലേ നോക്കി. അപ്പുറത്ത് പോകത്തില്ലേ നോക്കി. എൻ്റെ കൈ അങ്ങ് വരെ വന്നിട്ടും വരാല് മുട്ടിയില്ലതാ വന്ന്. ഇപ്പം വന്നു. അങ്ങോട്ട് ഇടിച്ചല്ലോ വരാലിപ്പം. പാലാണ്ട് ഈ മുട്ടി. ആണോ? എൻ്റെ കയ്യിലും ഒരു വാല് മുട്ടിയായിരുന്നു. അയ്യോ അപ്പാ, ഇത് വരുന്നു അങ്ങോട്ട്. പിടിച്ചോ. നോക്കി. ഉണ്ടോ? ഇല്ല. ഇപ്പറേ വന്ന് അപ്പൊ ഈ ചവറ് വെച്ചിരിക്കുന്നില്ലേ, അതിലെ അങ്ങോട്ട് കേറിയായിരുന്നു. ഈ ചവറ് വെച്ച് അടച്ചില്ലേ അതില്. അടുത്ത് താന്ന് ഇവിടെ താന്നായിരുന്നു. ഒരാളിനെ നോക്കട്ടെ. ഇവിടെ താന്നിട്ട് എന്തിയാ ഇപ്പം?
ഇങ്ങോട്ട് താഴ്ന്ന ഞാനും കണ്ട്. അപ്പോ ഒന്ന് നോക്കിയപ്പ ആ ഇവിടെ ഉണ്ട്. സാരി ഒന്ന് കഴുകട്ടെ. ഒരു ഒറ്റ മതിയോ ആ ചാടി വീണായിരുന്നു. ഇങ്ങോട്ടാ ചാടി വീണ. അപ്പം വരാല് കൂടെ. അയ്യോ 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 ഇതേ പോയി. പൊങ്ങിയ വന്നു. പൊങ്ങിയ ഇങ്ങോട്ട് വന്നു. ഇവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നത്. ചാടി വീണ സ്ഥലത്ത് വന്നു. ഇങ്ങനെ ചുമ്മാ നിൽക്കുവേ. ഇതപ്പുറത്ത് വരെ ഇല്ലാത്ത തൂമ്പ. കാരിക്കുഞ്ഞ് ഇതിൻ്റെ അടിയിൽ ചിലപ്പോൾ കാണും. കാരിക്കുഞ്ഞപ്പം കാരിക്കുഞ്ഞെന്ന് പറഞ്ഞിരിക്കാം. സൂപ്പർ അല്ലേ? പക്ഷേ ഇതുവരെ ഒരെണ്ണം പോലും കിട്ടിയില്ല. അതാ ചോദിച്ചു. കണ്ടാ നിങ്ങളല്ല അപ്പാ ഇത് ഒരള്ള പോലെയാണ്. ഇല്ല അല്ല അള്ള വരാനുണ്ടല്ലോ. വരാനിരിക്കണ അല്ല നീ വേണം. വരാനില്ല അവരും കൂടെ വരട്ടെ. ആ ഇട് കൈ പൊത്തി ഇട്. കൈയുടെ കൈയല്ല കൈ അങ്ങോട്ട് ഇടിച്ചിരിക്കുന്നു. ആ ഉണ്ട് അതാ വരാൽ അങ്ങോട്ടങ്ങോട്ട് പോകുമല്ലോടാ. ആ ഇവിടെ ഉണ്ട് എന്നിട്ടും മേലോട്ട്. അപ്പാ വരാലും ഒന്നും ചെമ്പല്ല. ആളെ തീർന്നോ? എനിക്ക് അപ്പം ഇവിടെ വാ. ഇവിടെ അല്ല ഇത് ഇവിടെയാണ്. ഇതേ അല്ല നമ്മളെ കൈ അപ്പനെ അത് എടുക്കാൻ പറ്റത്തുള്ളൂ. വാല എൻ്റെ അങ്ങോട്ട് ഇടിച്ച് പോകുന്നു. അതെ ഇപ്പം ഇവിടെയും നോക്കട്ടെ. കിഴിപ്പോട്ട് ഇടിക്കാതിരുന്നല്ലോ. പോയെന്ന് തോന്നുന്നു. എവിടോട്ട് പോയി? അവിടെ തന്നെ ഉണ്ട്. ഇത് കൊത്തി പിടിച്ചോളെ. ഓ എൻ്റെ അപ്പ ഭയങ്കരം കാര്യം. ഈ അങ്ങ് പോയല്ലോ അപ്പം അത് വരാല് ചെയ്യാ. അങ്ങ് വാലിൽ വെച്ചണം. തുറക്കാൻ പറ്റും. വെച്ചും വരുന്നില്ലല്ലോ അപ്പം. ഞാൻ മേളിൽ ഹോള് വല്ലോണ്ടോ? ഞാൻ അനക്കുമ്പോൾ എവിടെയെങ്കിലും ഒച്ച ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കിക്കോണേ. ആ ഉണ്ടായിരി ഉണ്ടാ. ആ ഇത് ഇതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തോട്ടാ അങ്ങോട്ടാ. ഈ താഴെ വന്നിട്ടാടാ. ഇല്ല അപ്പ ഓ പിന്നെ ഇടിച്ച് വരാല്. ഇപ്പം ആ വരാല് നീ ഇട്ട കൈയുടെ പള്ളക്ക് വന്നടാ. അവിടെ അല്ലടാ
ഇല്ല നല്ല പിടിച്ചേ ഇല്ലടാ. അപ്പൻ ആ കൈ വിട്ടാ? ഇല്ല. എങ്കിൽ ആ കൈ മാറ്റിയിട്ട് ഈ കള്ളയിലിട് കൈ. വരാലൊക്കെ കണ്ട് വാലി കണ്ടടാ ശങ്കര? ശങ്കറിൻ്റെ ഉണ്ടല്ലോ. ആ കണ്ടാ? വലിച്ചു അങ്ങ് വന്നു വരാല്. ഇവിടുന്ന് വലിച്ച അങ്ങ് തൊട്ട് വന്നു വീണ്ടും. നീ ആ കൈ വലിച്ചപ്പോൾ പൊക്കി എടുക്കടാ. അവിടെ വന്നടാ അത്. ഇരിക്കും ഇവിടെ ഇരിക്കണ്ടെന്ന് പക്ഷേ ഉണ്ടല്ലോ. എന്താ കിട്ടിയാ? ഇല്ല. ഇത് അറ്റപ്പറ്റേ ഉള്ളൂ വാല. അങ്ങോട്ട് കയറി ശങ്കറിൻ്റെ അടുക്കലോട്ട്. വരാല് തിരിയുന്നുണ്ടോ ഇപ്പം? ഉണ്ടോ? പിടിച്ചാളോ ശങ്കര? ഇല്ല അതിൻ്റെ വാലെ പിടിച്ചൊന്ന് കെള്ളുവാണ്. നോയിക്കാണേ. അപ്പോൾ നോക്കിക്കോണം. അരമണിക്കൂറിന് മേളിൽ അതിൻ്റെ പുറകെ. കിട്ടിയാ? നിൻ്റെ മുട്ടുന്നില്ല ഇപ്പം? മുട്ടുന്നുണ്ടെന്നോ? കാലകത്തോട്ട് അങ്ങോട്ട് കയറ്റി വെച്ചിരിക്കും. വലിച്ചൂരി എടുക്കടാ. നമ്മൾ സമയം കുറേ നേരമായി. കിട്ടിയോ? കൈ എടുക്കട്ടെ ഞങ്ങൾ. ഒരു വരാലിനെ പിടിക്കുമോ 3 പേരും? അത് കുഴഞ്ഞ് കണ്ടാ വലിയ വരാൽ. ഒരാളെ 3 പേരുടെ കിടന്ന് എത്ര നേരം നമുക്ക് പൈക്ക്? 5 മിനിറ്റ് ആ ഒരു വരാലിൻ്റെ അടുത്ത്. ഒന്ന് കിട്ടിയായിരുന്നു. വരാലിടിച്ചു വന്നു. വരാലിടിച്ചങ്ങോട്ട് വന്നു. നോക്കട്ടെ. ഇവിടെ ഇരിപ്പുണ്ട്. അതിനകത്ത് കാര്യമുണ്ട്. എൻ്റെ അമ്മ ഇപ്പം കുത്തി തുളച്ചേനെ. വരാതി ഇവിടെ ഉണ്ട്. ഉണ്ടോ? കാര്യം കാരണം പയ്യ സ്നാപ്പി. കണ്ടില്ല. അമ്മറം വരാനില്ല. ഞാൻ തൊട്ട് പുറകെ ഇരുന്നായിരുന്നു. ഒന്നും വരുന്നില്ല. ഞാൻ മുമ്പോട്ട് കൈ വെച്ചപ്പോൾ പുറത്തോട്ട് കൈയാണ് ഒരുമാതിരി അടച്ച് വെച്ചിട്ടുണ്ട്. പയ്യ നോക്കട്ടെ. തുറന്നല്ലേ ശങ്കര? ഈ പുറകെ വന്നിരുന്നാളാ. തുറന്നല്ലേടാ. വരാലിടിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഇതാ നീ ഇത് കാല് മുട്ടിയായിരുന്നു എൻ്റെ കാല്. അപ്പോൾ ഭയങ്കരം വരാല്ലേ അങ്ങോട്ട് വരുന്നു. കാര്യമുണ്ട് അതേ കണക്ക്. ഇതേ അപ്പൻ്റെ കൈ വന്നില്ലേ? അങ്ങോട്ട് കയറി. ഏതാ മേലോട്ട് കയറിയ? അങ്ങ് കൈമാറ്റല്ല. ഇവിടെയും ഉണ്ട് ഒരു തല. ഇവിടെ ഉണ്ട് ഒരെണ്ണം. ആണോ? എനിക്ക് അതിനെ നോക്കി. ഇത് പോകത്തില്ല. ഇത് ലോക്കായിരിക്കും അവിടെ. അല്ല വലിയ വരാല്ല. പിടി ശരിയല്ല. എടാ നീ അവിടെ കൈവയ്യടാ. ഇടിച്ചാ പോകുന്നു. ഒരു വട്ടം പറഞ്ഞാൽ മനസ്സിലാകണം. ഓ അങ്ങോട്ട് തിരിച്ചിടിച്ച്. അവർത്തങ്ങാണ്ട് ഇടിച്ച് കയറുന്നു. ഇങ്ങോട്ട് വന്നില്ലടാ. ഇങ്ങോട്ട് വന്നില്ല. അത് അങ്ങോട്ട് നേരെ പോയി. ഇത് വലിയ വരല്ല. ഞാൻ പിടിച്ച അവൻ്റെ പിടി ശരിയല്ലായിരുന്നു. ഇത് അങ്ങോട്ട് വന്നു. ഇപ്പം അങ്ങോട്ട് വന്നു. ഇപ്പം ചെറുതായിട്ട് മുട്ടിയിട്ട് തിരിഞ്ഞങ്ങോട്ട്. ആണോ? എനിക്ക് അറ്റപ്പറ്റേ. എൻ്റെ പൊന്നെ കാര്യമെല്ലാം കൂടെ കീശിച്ചാന്ന് ചെയ്ത്. നോക്കട്ടെ ശങ്കര. നീ നോക്കിക്കണം. ഞാൻ വരാലിന് ഇങ്ങോട്ട് തിരിക്കുക. എടുത്ത് ഒരെണ്ണം എടുത്ത്. ഇനിയുണ്ടോ? പിന്നെ അപ്പൻ്റെ അവിടെ പോയെന്ന് പറയാനില്ല അങ്ങോട്ട്. അതെവിടെയാ അപ്പം ഇരിക്കുന്നത്? ശങ്കർ ആ ആളെ തന്നെ പിടിച്ചോണേ. മേലോട്ടാണോ അപ്പം? വലിച്ചു കൊണ്ടുപോയി. ഇത് പിടിച്ചേ. തലയാത്. ഏത്? ഇത് ഇത്
കാരി നോക്കിക്കോണം. കാരി ഒരെണ്ണം മുകളിലെങ്ങാണ്ട് വന്നായിരുന്നു. എടുക്കാം അങ്ങോട്ട് വരികയാണ്. എടുത്താ ഒരാളൊന്ന് കറങ്ങി അറിയത്തില്ല. ആളെയും ഇതുമായിട്ട് ജോയിൻ്റ് ആയിരിക്കും. ഇവിടെ എങ്ങനെ ഉണ്ടാ ഇവിടെ ആളെ കുടുങ്ങിയിട്ട് വരാനുണ്ട്. വലിയ ഇത്രേ ഉള്ളൂ. കൈ അങ്ങോട്ടും ഇങ്ങോട്ട് കയറുന്നു. ഭയങ്കരം വരാല്. മുട്ടുന്നുണ്ടോ? പാലെൻ്റെ കയ്യിൽ തലയായിരുന്നു. അത് കറങ്ങി കറങ്ങി മരിച്ചു. ശങ്കർ നോക്കിക്കോണേ. ഒരു കൈ ഫുള്ളും കയറത്തില്ല. ഞാൻ കയറ്റി വെച്ചിരിക്കും. അതായത് സമയത്ത് ഇച്ചിരി നഖം പോലും കാണത്തില്ല. കിള്ളി വലിക്കാനില്ല. ഞാൻ കിള്ളി വലിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക. എന്താ പിടി ഇങ്ങോട്ട് തരുന്നില്ല. തലക്കിലോക്കി പിടിച്ചല്ലോ. പിന്നെ സമ്മർ റെഡിയാണല്ലോ. കുലുക്കുന്നല്ലോ. പിടിച്ചാ? അതെ അതെ പിടിച്ചാ? ഇവനെ അടിക്കും. എന്നാടാ കാര്യം കേട്ടോ. നീ ഇല്ലടാ അതുള്ള നോക്കി ഇല്ലാത്തേ മുട്ടിയ പയ്യ ഉണ്ട് ഉണ്ട്. നിക്ക് അവിടെ. ഞാൻ നോക്കടാ. അവിടെ കൂടി കൂടി അവിടെ കൂടി ഇവിടെ കുഴിച്ചിട്ടിരിക്കുക. ഉണ്ടല്ലോ അല്ലേ? മുട്ടിയിലാണ്. ഞാൻ നോക്കട്ടെ. ഞാൻ പിടിച്ച കാര്യം കണ്ടെണ്ണം താഴത്തോട്ട് വന്നു. വരാല് കണ്ടില്ല. ആ കാര്യം ഇവിടെ വന്ന് വീണ്ടും അത് കാര്യ ഞാൻ ആ കാര്യം എടുക്കുക. അപ്പം പിടിച്ചിട്ടാണ് അത് വേണ്ടപ്പം. അപ്പം പിടിച്ച കാര്യം ചേറ് പറ്റിയിരിക്കുന്നത് അതല്ലേ? ആ ഉത്തരം ഒന്നാത്. അമ്മയിരിക്കുവായിരുന്നു അപ്പം കാര്യമാണ്. അപ്പം ഈ തെങ്ങിൻ്റെ അടയാളം അവിടെ ചെടിവാരി അന്ന്. അപ്പോൾ കാര്യമാണല്ലോ. അപ്പോൾ കൃഷിശാന്ന് വരാല് ഉണ്ടേ കാണണ്ടേ എന്നല്ലേ? കാര്യം പക്ഷെ വലിയ വലിപ്പമില്ല. ഈയള്ളയല്ലേ അപ്പം? ഒന്ന് നോക്കട്ടെ. ആ നോക്ക്. അങ്ങോട്ട് വന്നു ഇടണ. കൈ തീർത്ത് ഇടണ. കണ്ടില്ലേ? ഇനി നോക്ക് വന്നാ. ഇങ്ങോട്ട് കിടക്കുന്നു. അതെ ഇനി വരും. ഇത് വരാലിറങ്ങിയിരിക്കുക. ഇനി വരും. തൂമ്പിന്റെ പറ്റാക്കട വരും. കണ്ട? ആ ഇട്. അപ്പം ആ കലം കഴിയേക്കാം. അപ്പം ആ ഉള്ളേ തന്നെയാണോ? ഇങ്ങോട്ടുള്ള ഇവിടുന്ന് ഈ അള്ള അങ്ങോട്ട് കിടപ്പുണ്ട്. ഈ സൈഡ് വരും. അതിനകത്ത് ചിലപ്പോൾ വരാനും കിടക്കും. അങ്ങോട്ടുണ്ടാന്ന് നോക്കിയോ? ഇല്ല അതോ അത്ര ഉള്ള മറ്റേ കലം കൂടെ വരച്ചെടുക്കാം. അപ്പ മറ്റേ കലം വരച്ചെടു.
അവിടെ അതിനകത്ത് കാരി സെറ്റടിച്ചിരിക്കുന്നു. എവിടെ ഇതിൻ്റെ ആ കല ഒന്ന് മുക്കി അതിനകത്തൊരു വരാലുണ്ട്. ഈ കാക്കല ഈ കല ഇങ്ങടുത്ത വലിയ നീ അങ്ങോട്ട് വെള്ളം പിടിക്കണമെങ്കിൽ എവിടെ നിന്ന് എടുക്കും? നീ ഇടിച്ചിടിച്ച് കയറിപ്പോയി അങ്ങോട്ട് ദൈവത്തെ ആ തെളിഞ്ഞ വെള്ളം ശാലം വെള്ളം എടുത്ത് നമ്മളിപ്പോൾ അവിടെ തപ്പി വന്നിട്ടുള്ളേ. 8 കലോ സോറി. ആ ഉണ്ട് 8 കിലോ മീനുണ്ട്. മതി നമ്മളെ കിട്ടിയ വരാല് അവിടെ വെള്ളമൊഴിച്ച് കെട്ടിയിട്ട് കേട്ടോ. അത് പോയിട്ട് ഇട്ട് തപ്പാൻ പറ്റത്തില്ല, ചിലപ്പോൾ ചത്തുപോകും. അതാണ് ഇനിയിപ്പോൾ നമുക്കില്ല അങ്ങോട്ടും ഒരു അങ്ങനെ അപ്പുറം ഇവിടെ തപ്പാറുണ്ട്. ഉണ്ടോ അപ്പം? പുറകിലെങ്കിലും മുങ്ങി നിൽക്കണ്ടോ? ഇരിപ്പുണ്ടോ? ഉണ്ട്. ഇതുപോലെ ചാടി ഇങ്ങോട്ട് എടുത്താപ്പ. നോക്കിച്ചല്ല എന്നാ വന്നു രണ്ടിലും ഇല്ല. ഓ കാര്യം കണ്ടല്ലോ. ഇങ്ങോട്ട് മാറി കൊണ്ടായിരുന്നപ്പോ അല്ല ഇങ്ങോട്ട് കറങ്ങി കിടക്കും കണ്ടില്ല ഒന്നും. നീ തുറന്നപ്പോ അങ്ങോട്ട് വന്നു വരാൻ. ആണോ? തുറന്നില്ല ഇപ്പോഴും. അപ്പൊ കറങ്ങി ഒത്തോട്ട് പോയി. നമ്മളെ വലപ്പറ്റയായി കേട്ടോ. വലപ്പറ്റയായി. ചാടാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വല ചാടാൻ തുടങ്ങണം. ശങ്കറിന്റെ സൈഡിൽ പറഞ്ഞു അടിച്ചല്ലേ? കലക്കലുണ്ട്. ഉണ്ട്. ആ പെട്ടെന്ന് കഴിക്കട്ടെ പൊക്കാലം.
മഞ്ഞിൻ്റെ ഒരെണ്ണം അടിക്കടാ നീ. ചെമ്പല്ലി ഒരെണ്ണം. നാല് വരാല അവിടെ ഉണ്ട്. അപ്പം 2 എണ്ണം. അപ്പം ആ കാലത്തിലെ വെള്ളമൊന്നും ഊറ്റിക്ക്. കാലത്ത് ചേറും വെള്ളം. വരാല കേട്ടോ. സൂപ്പർ വരാല. കൂടെയാ